പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനും നാഷണൽ ജനതാദളിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ജോൺ ജോണുമായൊരു കൂടിക്കാഴ്ച. സ്കൂളുകളെയും ക്യാമ്പസുകളെയും നീരാളിപ്പിടുത്തം പോലെ ബാധിച്ചിരിക്കുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. അതിഗുരുതരമായ ഈ വിഷയം കണ്ടില്ലെന്ന് നടിച്ചാൽ പിണറായി സർക്കാർ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. പുതിയ പുതിയ മേഖലകളിലേക്ക് കടക്കാം. അവിടെ കഞ്ചാവിലേക്ക് പോകും. കഞ്ചാവ് കഴിയുമ്പോൾ രാസലഹരിയാണ് ഈ കഴിഞ്ഞ 10-20 കൊല്ലക്കാലത്തിൻ്റെതായ ഫാഷൻ അതിലേക്ക് പോവാണ്. ആദ്യം നമ്മൾ പെജിഡിൻ തുടങ്ങിയുള്ള ആയിരുന്നു എങ്കിൽ അത് മാറി. ഇതിപ്പോൾ വളരെ ചെറിയ രീതിയിൽ വളരെ ചുരുങ്ങിയ അളവിലുള്ള MDMA-യും മെത്താംഫെറ്റമിനും ഒക്കെ ഇവിടെ വരുന്നൊരു സ്ഥിതി വന്നു. മദ്യപിക്കാൻ പാടില്ല, പക്ഷെ മദ്യ കച്ചവടം നടത്താം. അപ്പൊ അങ്ങനെ മദ്യ കച്ചവടം നടത്താം, പക്ഷെ മദ്യപിക്കാൻ പാടില്ല. അല്ല, അതിൻ്റെ ഒരു പ്രത്യേകത കൂടി ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. മദ്യപിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്ന ആരോടാ? പാർട്ടി കാഡറിനോട് പറയും നിങ്ങൾ മദ്യപിക്കാൻ പാടില്ല, അവരെല്ലാം സംശുദ്ധരായിരിക്കും. അപ്പൊ ഇത്രയും ക്വാണ്ടിറ്റി മദ്യം പിന്നെ ആര് കഴിക്കണം? പാർട്ടി കാഡർ അല്ലാത്ത സാധാരണ ജനം കഴിക്കണ്ടേ? അപ്പൊ വെഞ്ഞാറമൂട്ടിലെ കൊലപാതകം, അതുപോലെ കോഴിക്കോട് 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണം, ഇതെല്ലാം തന്നെ നമ്മുടെ ഇവിടെ ജനജീവിതം ദുസ്സഹമാക്കുന്ന ഒരവസ്ഥയിലേക്ക്. കാരണം വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾക്ക് സ്കൂളിൽ അയക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇത്തരം ഒരു അവസ്ഥ ഇത്രയും കാലത്തെ അനുഭവങ്ങളിൽ കണ്ടിട്ടുണ്ടോ? ഇത്രയും അരക്ഷിതമായ ഒരവസ്ഥ, നിയമം കയ്യിലെടുക്കുന്ന ഒരവസ്ഥ? കഴിഞ്ഞ 1-2 കൊല്ലങ്ങളായിട്ടാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങളും വലിയ തോതിലുള്ള ലഹരി ഉപയോഗവും ഉപഭോഗവും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ തുടങ്ങിയിട്ട്. ഒരു കൃത്യമായ രീതിയിൽ ഒരു ഉത്തരവാദിത്വമുള്ള സമൂഹമായി നമ്മുടെ ജനതയെ വാർത്തെടുക്കാൻ ആദ്യമായി പരിശ്രമിക്കേണ്ട രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്ന് അതിൽ ധാരാളമായി വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. ലഹരി ഉപയോഗം എന്നത് മനുഷ്യ വംശത്തിൻ്റെ ആദ്യകാലം മുതലേ ഉള്ളതാണ്. എല്ലാ സമൂഹവും എല്ലാവരും ഉപയോഗിച്ചു വന്നു. അപ്പോൾ അതിനെ എല്ലാം നിയന്ത്രിച്ചു നിർത്തുന്നത് ഉത്തരവാദിത്വ ബോധമുള്ളൊരു സമൂഹമാണ്. ലഹരി തികച്ചും സ്വകാര്യമായ ഒരു കാര്യവും അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന രീതി. ഈ ലഹരിക്ക് കാലാന്തരങ്ങളിൽ രൂപഭാവങ്ങൾ മാറി മാറി വരും. നമ്മുടെ ഈ കേരള സംസ്ഥാനം മാത്രം എടുത്ത് നോക്കിയാൽ കള്ളായിരുന്നു നമ്മുടെ അടിസ്ഥാനപരമായിട്ട് ലഹരി ആദ്യകാലം. ലോകത്തുള്ള എല്ലാ സംസ്കാരങ്ങൾക്കും അവരുടേതായ ഒരു മദ്യമുണ്ട്. ഗോതമ്പെന്ന് വാറ്റിയെടുക്കുന്നത്, കള്ളെന്ന് എടുക്കുന്നത്, അങ്ങനെ ഓരോ മദ്യങ്ങളുമുണ്ട്, വീഞ്ഞുണ്ട്, അങ്ങനെയുമുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത് കള്ള് തന്നെയായിരുന്നു. ആ കള്ള് പിന്നീട് രൂപാന്തരം പ്രാപിച്ച് അത് ചാരായമായി മാറി. ചാരായം കുറച്ചും കൂടി ആധുനികവൽക്കരിക്കും. ഇതേ ചാരായത്തെ കളർ ചേർത്തി പേര് മാറ്റി ആധുനികമാക്കി വിൽക്കുന്ന ഒരു സ്ഥിതിയൊക്കെ വന്നു. അങ്ങനെ അത് വർദ്ധിച്ചു വരുമ്പോൾ ഓരോ കാലഘട്ടത്തിലും രാഷ്ട്രീയ നേതൃത്വം, സാമൂഹ്യ നേതൃത്വം അതിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും അവർ പരിധിക്കകത്ത് ഒതുക്കി നിർത്തുന്ന രീതിയിൽ അവർ സമൂഹം പെരുമാറണം, നടപടികൾ വേണം. അതില്ലാതെ പോയപ്പോഴാണ് ഇത് എല്ലാ അതിരും ഭേദിച്ച് അങ്ങ് പോയത്. ചാരായ നിരോധനം വന്നു. ചാരായ നിരോധനം വന്നതിന് ശേഷം ഉണ്ടായ നടപടികൾ, ചാരായ നിരോധനം വന്നതിന് ശേഷം മറ്റ് വിദേശ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന ഓമനപ്പേരിടുന്ന ആ മദ്യം, ഇത് ചാരായം തന്നെ, അല്ലെങ്കിൽ സ്പിരിറ്റ് തന്നെ, അത് നേർപ്പിച്ച് കളർ ചേർത്തി ഫ്ലേവർ ചേർത്തി ബ്രാൻഡിയാണ് വിസ്കിയാണ് എന്ന് പറയുന്ന സ്ഥിതി വന്നു. അതിന് വലിയ തോതിൽ വ്യാപിപ്പിക്കുന്ന നടപടികളും വന്നു. അത് രാഷ്ട്രീയ നേതൃത്വത്തിന് പറ്റിയ തെറ്റുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏത് രാഷ്ട്രീയ നേതൃത്വം പരിശോധിച്ച് നോക്കണം. അങ്ങനെ ഒരു താരതമ്യം വരുമ്പോഴാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ഓരോ കൊല്ലത്തിലും 10% ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ കുറയ്ക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 5 കൊല്ലം കൊണ്ട് അത് പകുതിയായി ചുരുങ്ങും. 2 കൊല്ലം മറ്റും അദ്ദേഹത്തിന് അതിന് കിട്ടിയുള്ളൂ. അപ്പോഴത്തേക്കും മന്ത്രിസഭ മാറുന്ന സ്ഥിതി വന്നു. എങ്കിലും 20% കുറഞ്ഞു. ബാറുകളുടെ എണ്ണം 100-ൽ താഴെയായിട്ട് നിർത്തി. ഒരു ബാർ ആരംഭിക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന നിബന്ധനകൾ വളരെ കഠിനങ്ങളാക്കി. LDF സർക്കാർ വന്നതോടുകൂടി, പിണറായി വിജയൻ സർക്കാർ വന്നതോടുകൂടി ഈ നിയന്ത്രണങ്ങളെല്ലാം പോയി. ബാറുകളുടെ എണ്ണം 600-700 വർദ്ധിച്ച് നിൽക്കുകയാണ്. ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചു. ഒരു ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് ഓരോ പഞ്ചായത്തിൽ 1 വേണം എന്നുള്ള തിയറിയിലേക്ക് കാര്യങ്ങൾ പോവാണ്. മദ്യലഭ്യത വർദ്ധിച്ചു. മദ്യലഭ്യത വർദ്ധിക്കുമ്പോൾ അതനുസരിച്ച് അതിൻ്റെ ഉപയോഗവും ഉപഭോഗവും കൂടി. അപ്പോൾ മദ്യത്തിന് എപ്പോഴും മനുഷ്യപ്രജ്ഞയെ തളർത്താനുള്ള ശേഷിയുള്ള മദ്യം പല വിധത്തിൽ റിയാക്ട് ചെയ്യും. മദ്യലഭ്യത കുറച്ചു കൊണ്ടുവരണം. മദ്യലഭ്യത കുറച്ചു കൊണ്ടുവരുന്നതിന് പകരം വായാടിത്തം പറഞ്ഞ് മദ്യലഭ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്ന സ്ഥിതിയാണ് വന്നത്. അത് ഒരു അടിസ്ഥാന കാരണമായി തന്നെ കാണണം. സമൂഹത്തിലെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്കും ഇതിനെ ഒതുക്കി നിർത്താൻ സാധിക്കണം. പക്ഷേ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കുന്നതിന് പരിധി ഉണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കൂ. കാരണം അവരുടെ കയ്യിലാണ് അധികാരം.
അവർ ഈ ഷാപ്പുകളുടെയും മറ്റും എണ്ണം കുറച്ച് മദ്യലഭ്യത കുറച്ച് പൂർണ്ണ മദ്യ നിരോധനമല്ല, പക്ഷേ മദ്യലഭ്യത കുറയ്ക്കണം. മദ്യലഭ്യത കുറയ്ക്കുമ്പോൾ താനേ ഇത് കുറഞ്ഞു വരും. അതിനുശേഷമേ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്ക് അതിലേക്ക് കടന്നു വരാനും നിയന്ത്രിക്കാനും സാധിക്കൂ എന്നുള്ളതാണ്. ബോധവൽക്കരണത്തിലൂടെ അവർ ആളുകളെ ഇതിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണല്ലോ ഇടതുപക്ഷം പ്രകടന പത്രികയിൽ പറഞ്ഞത്. അതായത് ഘട്ടം ഘട്ടമായി അവരിത് കുറച്ചു കൊണ്ടുവരും, ബോധവൽക്കരണം നടത്തും. ആ ഒരു പ്രകടന പത്രികയിലെ ഉറപ്പ് എന്തെങ്കിലും തരത്തിൽ പാലിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അത് വ്യക്തമായ കണക്കുകൾ ലഭ്യമാണല്ലോ. അതെ, അവരുടെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ബാറുകളുടെ എണ്ണം എത്ര, കേരള ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം എത്ര, കേരളത്തിൽ ഓരോ വർഷം വിറ്റുപോയ മദ്യത്തിൻ്റെ അളവ് എത്ര, കൃത്യമായി കണക്ക് ലഭ്യമാണ്. ബാറിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞ പോലെ 100 താഴെ ഉണ്ടായിരുന്ന ബാറ് 700 ചില്ലാനും ബാറുകളെ വർദ്ധിച്ചു. എല്ലാ മദ്യ മുതലാളികളുടെയും ഏറ്റവും പ്രിയപ്പെട്ട തോഴന്മാരാണ് CPM എന്നുള്ള നിലയിൽ വന്നു. അപ്പോൾ മദ്യലഭ്യത വല്ലാതെ വർദ്ധിപ്പിച്ച നടപടിയാണ് ഈ പറയുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൻ്റെ കൂടെ ഈ ഒരു അതര വ്യായാമം എന്തിന്? അത് വെറുതെ വെള്ളം പൂച്ചാൻ വേണ്ടി പറയും. വാക്കുകളൊന്നും പ്രവൃത്തി നേരെ തിരിച്ചും ആയതാണ് ആ വിഷയത്തിൽ നമ്മൾ കേരളത്തിൽ കണ്ടത്. അതെ. അപ്പോൾ ഈ ലഹരിയുടെ അതിപ്രസരം സ്കൂളുകളിൽ, ക്യാമ്പസുകളിൽ, കോളേജ് ക്യാമ്പസുകളിൽ എല്ലാം ശക്തമായതിൻ്റെ ഒരു പരിണിത ഫലം തന്നെയല്ലേ നമ്മുടെ ഇപ്പോൾ വെറ്ററിനറി കോളേജിലായാലും അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ കോട്ടയത്ത് നഴ്സിംഗ് കോളേജിലായാലും ഒക്കെ അരങ്ങേറിയത്. കാരണം മദ്യം വാങ്ങാൻ കാശ് കൊടുക്കാത്ത ജൂനിയേഴ്സിനെയാണ് ഇവർ കെട്ടിയിട്ട് നഗ്നരാക്കി ശരീരം മുഴുവൻ കുത്തിവരച്ചതും സൂചി കൊണ്ട് കുത്തിയതുമല്ല. അപ്പം അങ്ങനെ പ്രാകൃതമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ക്യാമ്പസുകൾ മാറുന്നു. അതും ഇപ്പോൾ മൃഗഡോക്ടർമാരായി മാറേണ്ട ആളുകളാണ് സിദ്ധാർത്ഥനെ കൊന്നത്, 3 ദിവസം പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയത്. അപ്പോൾ ഈ അവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മളിത് ഗൗരവമായി എടുത്തില്ലെങ്കിൽ എന്താണ് അവസ്ഥ? ലഹരിയെ നിയന്ത്രണത്തിൽ നിർത്തിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന കൃത്യമായ റിസൾട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ലഹരിയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അത് ഞാനീ പറഞ്ഞ കള്ള്, ചാരായം, വിദേശമദ്യം എന്ന രീതിയിൽ അത് മാറി, കഞ്ചാവ്, അത് പിന്നെ അങ്ങോട്ടേക്ക് പിന്നെ പുതിയ പുതിയ മേഖലകളിലേക്ക് കിടക്കാം. അവിടെ കഞ്ചാവിലേക്ക് പോകും. കഞ്ചാവ് കഴിയുമ്പോൾ രാസലഹരിയാണ് ഈ കഴിഞ്ഞ 10-20 കൊല്ലക്കാലത്തിൻ്റെതായ ഫാഷൻ, അതിലേക്ക് പോവുകയാണ്. ആദ്യം നമ്മൾ പെജിഡിൻ തുടങ്ങിയുള്ള ആയിരുന്നു എങ്കിൽ അത് മാറി. ഇതിപ്പോൾ വളരെ ചെറിയ രീതിയിലും വളരെ ചുരുങ്ങിയ അളവിലുള്ള MDMAയും മെത്താംഫെറ്റമിനും ഒക്കെ ഇവിടെ വരുന്നൊരു സ്ഥിതി വന്നു. അപ്പോൾ ലഹരിയെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉടമ്പിട്ട ഭൂതം പോലെ ആ ലഹരി അങ്ങ് സമൂഹത്തിൽ ആകെ പടരും. അതാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും മാർക്കറ്റ് എക്കണോമി പോലെ വരുമ്പോൾ അത് ആരൊക്കെ വാങ്ങുമ്പോൾ ആർക്കൊക്കെ കൊടുക്കാനുള്ള പരിശ്രമം കച്ചവടക്കാരൻ നടത്തുമല്ലോ. അവർ നോക്കിയപ്പോൾ വലിയൊരു ടീമിനെ കിട്ടുകയാണ്, വിദ്യാർത്ഥികൾ എന്നൊരു സമൂഹത്തെ കിട്ടുകയാണ്. അവരുടെയൊക്കെ കയ്യിൽ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് പണവും ഉണ്ടാകും. അവരെ കണ്ടെത്തുകയും അവർക്കിത് ലഭ്യമാക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ മദ്യത്തെ ഇവിടെ തുറന്നുവിട്ട ആൾക്കാരും സർക്കാരും ആ ഏജൻസികൾ തന്നെയാണ് ഈ മറ്റു തരത്തിലുള്ള ലഹരിയുടെ വ്യാപനത്തിൻ്റെ അടിസ്ഥാന കാരണക്കാർ. നമുക്ക് കാണാം. അപ്പം നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയത് കൊണ്ടോ മുൻ പ്രതിപക്ഷ നേതാവ് രമേശിനെയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് സതീശനെയും ചീത്ത പറഞ്ഞതുകൊണ്ടോ ഇവർക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ പറ്റൂ സർക്കാരിന് ഫലപ്രദമായിട്ട്? നടപടികളാണ് വേണ്ടത്. നടപടി അവർ ആരംഭിച്ചു കഴിഞ്ഞു. 9 കൊല്ലം മുമ്പ് നടപടി ആരംഭിച്ചു. ഈ പറയുന്ന ബാറിൻ്റെ എണ്ണം, ഷാപ്പിൻ്റെ എണ്ണം കൂട്ടി നടപടി അന്നേ അവർ ആരംഭിച്ചു കഴിഞ്ഞു. അതിന് റിവേഴ്സ് ഗിയറിൽ ഇടാൻ ഇവർ തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. അത് ചെയ്യാതെ വെറുതെ ഈ അതര വ്യായാമം കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ തെളിയുന്നത്. ഗോവിന്ദൻ മാഷ് പറയുന്നത് പുകവലിക്കാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല, പക്ഷെ മദ്യ കച്ചവടം നടത്താമെന്നാണ്. അപ്പം അങ്ങനെ മദ്യ കച്ചവടം നടത്താം, പക്ഷെ മദ്യപിക്കാൻ പാടില്ല. അല്ല, അതിൻ്റെ ഒരു പ്രത്യേകത കൂടി ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. മദ്യപിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്ന ആരോടാണ്? പാർട്ടി കാഡറിനോട് പറയുന്നു നിങ്ങൾ മദ്യപിക്കാൻ പാടില്ല, അവരെല്ലാം സംശുദ്ധരായിരിക്കുന്നു. അപ്പൊ ഇത്രയും ക്വാണ്ടിറ്റി മദ്യം പിന്നെ ആര് കഴിക്കണം? പാർട്ടി കാഡർ അല്ലാത്ത സാധാരണ ജനം കഴിക്കണ്ടേ? അപ്പൊ കേരളത്തെ മദ്യം കുടിപ്പിക്കുകയാണ്. പാർട്ടി കാഡറിനെ മദ്യത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്, പൊതുസമൂഹത്തെ കുടിപ്പിക്കുകയാണ്. അപ്പൊ അവർ ചെയ്യേണ്ടിയിരുന്നത് അവരുടെ കാഡറിനെ മദ്യത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് പകരം ഈ സമൂഹത്തെ മൊത്തമായും മദ്യത്തിൽ പെടാതെ കാത്തു സൂക്ഷിക്കാണ് വേണ്ടത്. അവരുടെ ആൾക്കാരെല്ലാം കൃത്യമാക്കി അളവിവിടെ കുറയ്ക്കുന്നില്ല എന്ന് ഓർക്കണം. ഇവിടെ അരിപ്പുള്ളിയിൽ പുതിയ ബ്രൂവറി വരികയാണെന്ന് ഓർക്കണം. എന്നിട്ട് ഇതൊക്കെ ആർക്കാ കൂടുതൽ? കാഡർമാർ കഴിക്കാൻ പാടില്ല, ജനം കഴിക്കട്ടെ, എന്നിട്ട് അവർ തമ്മിൽ തല്ലട്ടെ. ഒരു വിരോധം. ഇപ്പോൾ നമ്മളെ പാർലമെന്ററി ജനാധിപത്യത്തിൽ ഇത്തരം ചില ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഒന്നിച്ച്
ജാഗ്രതയോടെ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളണം എന്നാണല്ലോ. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ്, മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല മിസ്റ്റർ CM എന്ന് വിളിച്ചു എന്നുള്ളതാണ് ഇന്നലത്തെ ചർച്ചയിലെ വലിയ വിവാദമായ വിഷയം. ഒരു പ്രതിപക്ഷ നേതാവ്, മുൻ മന്ത്രിയായിരുന്ന ആൾ, മുൻ KPCC പ്രസിഡൻ്റായിരുന്ന ആൾ, അത്തരമൊരു ലീഡർക്ക് CMനെ മിസ്റ്റർ CM എന്ന് വിളിക്കുന്നതൊരു മോശമാണോ? ഇത് മദ്യത്തിലെ വരുതിയിലാക്കാനുള്ള പരിശ്രമം നടത്തേണ്ടതിൽ ആദ്യത്തെ നടപടി വേണ്ടത് ആരാണ്? സർക്കാരിൻ്റെ ഭാഗത്തുനിന്നാണ്. ഇതൊരു വെറും പഞ്ചാര വർത്തമാനമാണ്. സമൂഹം മുഴുവൻ ജാഗരൂകരാകണം എന്നൊക്കെ വെറുതെ പറയുന്ന തട്ടിപ്പാണിത്. ഇത് ആദ്യം ചെയ്യേണ്ടത് സർക്കാരല്ലേ? സർക്കാരിലെ നടപടിയെടുക്കേണ്ടത്. അതിന് നമ്മുടെ സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായി എല്ലാവരും കൈകോർത്ത് ജാഗരൂകരായി ഇതിനെ തടുക്കണമെന്ന് പറഞ്ഞാൽ ഇതിനെ തുറന്നു വിട്ടവർ ഇവരാണ്. പിടിച്ചു കെട്ടാൻ ശ്രമിക്കാതെ എല്ലാവരും ജാഗരൂകരാകണമെന്ന് പറയുന്നതിന് അർത്ഥമില്ല. പിന്നെ ഈ മിസ്റ്റർ CM എന്നൊക്കെ പറയുന്നതിൽ ഇദ്ദേഹത്തിന് സ്ഥിരമായി പിണറായി വിജയനുള്ള സ്വഭാവം, അദ്ദേഹത്തിന് അസഹിഷ്ണുത വളരെ വലുതാണ്, ധാർഷ്ട്യം വളരെ വലുതാണ്, സംശയമൊന്നുമില്ല. അത് അദ്ദേഹത്തിന്റെ ബ്ലഡിൽ കലർന്ന സംഗതിയാണ്. അത് എപ്പോഴാണ് പുറത്തേക്ക് ചാടുമെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം പോകുമ്പോൾ കരിങ്കൊടി കാണിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു ഉടനടി രക്ഷാപ്രവർത്തനം നടത്തണം, ചെടിച്ചട്ടിയുണ്ട് അവർ തലക്കടിക്ക് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടാണ് അവിടെ ഗൺമാന്മാര് ഇറങ്ങി വലിയ വടി കൊണ്ട് തല്ലി ചതയ്ക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ അതിനെ ന്യായീകരിച്ചു. അത് ജീവൻ രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞു. കേരളത്തിലെ 3.5 കോടി ജനതയും അത് കണ്ടു. അപ്പൊ അത് കുട്ടികളും കണ്ടു. അതുകൊണ്ടാണ് കുട്ടികൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇപ്പൊ ഈ SSLCക്ക് പഠിക്കുന്ന കുട്ടികൾ അവര് സോഷ്യൽ മീഡിയയിലൂടെ കമ്മ്യൂണിക്കേഷൻ നടത്തുകയും ഗ്യാങ് രൂപീകരിക്കുകയും പദ്ധതി പ്ലാനിടുകയും ഒക്കെ ചെയ്തിട്ടാണ് ഈ പയ്യനെ അവർ മറ്റേ ആയുധം കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അവരുടെ സംഭാഷണങ്ങളിൽ അവർ പറയുന്നുണ്ട്, ഈ കേസ് നിലനിൽക്കില്ല, ഒരു കൂട്ടം ആളുകൾ തല്ലിക്കൊന്നാൽ അത് വിട്ടുപോകും, പിന്നെ നമ്മളെല്ലാവരും തന്നെ മൈനേഴ്സാണ്. അപ്പോൾ ഇവർക്ക് ബോധമില്ലാത്തതല്ല, ഇവർ വളരെ കരുതിക്കൂട്ടി സമൂഹത്തിൽ നിന്ന് കിട്ടിയ അറിവുകൾ അവരുടെ അവർ പ്രയോജനപ്പെടുത്തി. അത് തല്ലിച്ചതയ്ക്കാനും തല്ലിക്കൊല്ലാനും ആ അറിവുകൾ അവർ പ്രയോജനപ്പെടുത്തി. അതിന് തുടക്കം കുറിച്ചവർ ഇവരാണ്. അതെ, അതിലെ ഏറ്റവും വലിയ തമാശ, ഈ ചത്തുപോയ പയ്യനും പരീക്ഷ എഴുതേണ്ടവനായിരുന്നു, അവന് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അപ്പം അവൻ്റെ വാപ്പ പറയുന്ന ഒരു റിക്വസ്റ്റ് ഉണ്ട്, കണ്ടെഴുതിയാൽ കോപ്പി അടിച്ചാൽ ഡീബാർ ചെയ്യും. ഒരാളിന് തല്ലിക്കൊന്ന ഇവരെ ശിക്ഷിക്കണ്ടേ? ഒരു രക്ഷിതാവിന്റെ ന്യായമായ ചോദ്യമാണ്. ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നമ്മളെ കേരള സമൂഹത്തിന് കഴിഞ്ഞില്ല. പിന്നെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥിരം വിളിക്കുന്നത് മിസ്റ്റർ പ്രസിഡന്റ് എന്നാണ്. ഒരു സംശയമില്ല, ഒരു മോശവുമല്ല. ഇദ്ദേഹത്തിന് ജ്ഞാനമില്ലാത്തത് കൊണ്ട് മാത്രമല്ല, അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവും കൂടിയത് കൊണ്ടാണ് എന്നെ ഇങ്ങനെയൊക്കെ വിളിക്കാറായോ. അല്ലെങ്കിൽ സ്പീക്കറെ വിളിക്കുന്ന പോലെ സാർ എന്ന് വിളിക്കണമെന്നാണ് അദ്ദേഹം. മാടമ്പിത്തരം മാത്രമല്ലേ? അതെ. ഈ സർക്കാരിന്റെ, എനിക്ക് തോന്നുന്നത് 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് സർ സംബോധന നിർത്തലാക്കണമെന്ന് അവർ ചർച്ച ചെയ്തത് സ്പീക്കറെ. അത്ര വലിയ വിപ്ലവം പറഞ്ഞിട്ടാണ് ഇപ്പോൾ മിസ്റ്റർ CM എന്ന് വിളിച്ചത് പോലും അധിക്ഷേപമായി മാറുകയാണ്. അപ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ ലഹരിക്കെതിരെയുള്ള ഇവരുടെ ഈ പ്രചരണം കൊണ്ടോ ഒന്നും കാര്യമില്ല. പോലീസും എക്സൈസും എല്ലാം ഫലപ്രദമായി ആദ്യമായി സർക്കാർ നടപടികളാണ് വേണ്ടത്. സർക്കാർ നടപടികളിൽ പോലീസും എക്സൈസും തന്നെ മുന്നിൽ, പിന്നെ അതോടൊപ്പമുള്ള മറ്റു നടപടികളും അവരുടെ ഭാഗത്തു നിന്ന് വരിക തന്നെയാണ് വേണ്ടത്. അത് ചെയ്യാതെ വെറുതെ പറഞ്ഞ് സമൂഹം ഒരുമിക്കണം, കൈനീട്ടി പ്രതിജ്ഞയെടുക്കണം എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. അല്ല, ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ ഇത്രയും വർഷം അഭിഭാഷകനായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ നമ്മുടെ ക്രിമിനൽസിൻ്റെ ഇടയിൽ, കക്ഷികൾക്കിടയിൽ ഒരുപാട് ആൾ കാണാൻ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ നാഷണൽ ജനതാദളിൻ്റെ ലീഡർ എന്നുള്ള നിലയിലും ഒരുപാട് മനുഷ്യർ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ സമൂഹമാകെ ഇത്തരമൊരു ലഹരിക്ക് അടിപ്പെട്ടു പോയെന്നോ, സമൂഹം അതിൻ്റെ പിടിയിലാണെന്നോ അങ്ങനെ മറ്റോ തോന്നിയിട്ടുണ്ടോ? ഇത് വല്ലാതെ വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന് കൃത്യമായ തെളിവുകളുണ്ട്. ഇപ്പോൾ കുടുംബ കോടതിയിലൊക്കെ നമ്മൾ കേസ് നടത്തുമ്പോൾ കാണുന്നതിൽ സ്ത്രീകൾ വന്ന് പറഞ്ഞ് കരഞ്ഞു പറയുന്ന സംഭവങ്ങളിൽ 90% മദ്യപിച്ച് വന്ന് ഭർത്താക്കന്മാർ കാണിക്കുന്ന അപകടങ്ങളും പ്രശ്നങ്ങളും മർദ്ദനങ്ങളുമാണ് അവർ പറയുന്നത്. ആ മദ്യം, അവർക്ക് മദ്യമെന്നേ അറിയൂ. അതിൻ്റെ കൂടെ അവൻ കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ MDMA കൂടി ചേർത്തിട്ടുണ്ടോ എന്ന് ആ പാവപ്പെട്ട സ്ത്രീക്ക് അറിയില്ല. അപ്പം അത് ധാരാളമായി കാണുന്നുണ്ട്, ധാരാളമായി വർദ്ധിച്ചു വരുന്നു, അത്തരം കേസുകൾ ധാരാളമായി വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഫലപ്രദമായി എന്തെങ്കിലും സർക്കാർ ചെയ്തില്ലെങ്കിൽ ഇത് അപകടത്തിലേക്ക് സർക്കാരാണ് ചെയ്യേണ്ടത്. സർക്കാർ മാത്രമെന്ന് ഞാൻ പറയുന്നില്ല. 60, 70, 80% സർക്കാരാണ് ചെയ്യേണ്ടത്.
എൻ്റെ കൂടെ നിന്ന് നിൽക്കേണ്ടതും ഒരു ബോധവൽക്കരണം നടത്തേണ്ടെന്ന കൂടെ നിന്ന് ചെയ്യേണ്ടുന്ന ജോലി മാത്രമേ ബാക്കിയുള്ള ആളുകൾ പ്രതിപക്ഷത്തിനും മറ്റു പാർട്ടികൾക്കും മറ്റു ആളുകൾക്ക് അതെ